സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന മനുഷ്യജീവനെടുത്തു. തൃശൂർ താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 58-കാരൻ പ്രഭാകരൻ കൊല്ലപ്പെട്ടു. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പീച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ പ്രഭാകരന്റെ മൃതദേഹത്തിനടുത്തേക്ക് എത്താൻ ഇനിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ അറിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഭവ സ്ഥലത്തു നിന്ന് ഈ ഘട്ടത്തിൽ നിഖിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ മൃതദേഹത്തിന് അരികിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള വനപാലകരോട് ഈ സംഘത്തിലുണ്ടായിരുന്നു മൃതദേഹം എടുക്കാൻ പോയ ആളുകൾ വിളിച്ച് ബന്ധപ്പെടുകയും ഈ പ്രഭാകരൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത് എവിടെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അവരാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ മൃതദേഹത്തിന് അരികിലേക്ക് എത്തിച്ചേരാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ ഇന്നലെ ഈ വനവിഭവം ശേഖരിക്കാൻ ഏതാണ്ട് 3 മണിയോട് കൂടിയാണ്, ഇതാണ് പ്രഭാകരൻ്റെ വീട്, ആ വീട്ടിൽ നിന്ന് പോയത്. അവിടെ നിന്ന് അവർ 3 മണിയോട് കൂടി പോകുന്നു. അവർ വനവിഭവങ്ങളൊക്കെ അല്പം ശേഖരിച്ച് അവർക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു ദിവസം തങ്ങിയ ശേഷമാണ് സാധാരണഗതിയിൽ ഇവർ മടങ്ങി വരാറ്. അത്തരത്തിൽ തങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവർ കണ്ടെത്തുന്നു. അതിനുശേഷം മടങ്ങി വരാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഈ ആനയുടെ മുന്നിൽപ്പെടുന്നത്. രണ്ടുപേരും, മകനും മരുമകനും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ ആനയെ കണ്ട ആഘാതത്തിൽ, ഇവരെ ആക്രമിക്കാൻ വന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ അകപ്പെട്ടു പോയ പ്രഭാകരനെ ഈ ആന അതിക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. മൃതദേഹം പക്ഷേ ഇതുവരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന് അരികിലേക്ക് എത്താൻ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സബ് കളക്ടർ ഇപ്പോൾ സംഭവം വീട്ടിലേക്ക് എത്തി വിവരങ്ങൾ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരെയൊക്കെ അദ്ദേഹം ഇതിനോടകം തന്നെ കണ്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ മറ്റ് നടപടികൾ, തുടർ നടപടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം മറ്റുദ്യോഗസ്ഥരുമായെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ മാത്രമേ സംസ്കാര നടപടികളടക്കം ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ വനത്തിൽ നിന്ന്, ഉൾവനത്തിലാണ് മൃതദേഹം നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. ഇനിയിപ്പോൾ പുറത്തേക്ക് എത്തിച്ചാൽ തന്നെ നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സബ് കളക്ടർ അടക്കം സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ വിശദ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ അടക്കം ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഇപ്പോൾ പീച്ചിയിലെ ഈ ആദിവാസി ഊര് സാക്ഷ്യം വഹിച്ചത്. എന്തായാലും സംസ്കാര നടപടികൾ നാളെ ഉണ്ടാകും. ഈ മേഖലയിൽ നമുക്കറിയുന്നൊരു, ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു വനമേഖലയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ, ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യവും. വിജയകുമാർ. യെസ്, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് പ്രഭാകരനെ കാട്ടാന ആക്രമിച്ചത്. ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്താനുള്ള ശ്രമം തുടരുന്നതേ ഉള്ളൂ. ഉൾക്കാട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്.